65 വർഷത്തെ വിശ്വസ്തത, തലമുറകൾ നെഞ്ചേറ്റിയ ഗുണമേന്മയുടെ സമാനതകളില്ലാത്ത പാരമ്പര്യം. മനം കവരുന്ന പട്ടുസാരികൾ, ഡിസൈനർ വെയറുകൾ, മനോഹരമായ ലഹങ്കകൾ, പാർട്ടി വെയർ ചുരിദാറുകൾ, കുർത്തകൾ, ജെൻസ് കിഡ്സ് വസ്ത്രങ്ങൾ, കൂടാതെ എല്ലാത്തരം പ്രായക്കാർക്കുമുള്ള ലേറ്റസ്റ്റ് കളക്ഷനുകളുടെ വിപുലമായ ശേഖരം. കല കാലത്തിനൊപ്പം കമനീയമായി. കല ടെക്സ്റ്റൈൽസ്, ഓട്ടുപാറ. കോൺടാക്ട് 0488423265. വടക്കാഞ്ചേരി നഗരസഭയിൽ എന്ത് നല്ല കാര്യം ചെയ്താലും ഏത് വികസന പദ്ധതികൾ കൊണ്ടുവന്നാലും അതിനെല്ലാം പ്രതിപക്ഷമായ UDF അംഗങ്ങൾ എതിർക്കുന്ന രീതിയാണ് സ്വീകരിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വികസന പ്രവർത്തനങ്ങളിൽ പോലും പ്രതിപക്ഷം അനാവശ്യമായി രാഷ്ട്രീയം കാണുകയാണെന്നും കൗൺസിൽ യോഗത്തിൽ ഉയർന്ന തർക്കങ്ങൾക്ക് പിന്നാലെ ചെയർപേഴ്സൺ കുറ്റപ്പെടുത്തി. ഈ പെൻഷൻ പൈസ അതാത് സ്ത്രീകളുടെ വനിതകളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന സാഹചര്യമില്ല. അതിനുവേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെടുന്നതിനാണ് ഈ ഒരു പ്രമേയം അവിടെ പാസ്സാക്കാൻ വേണ്ടിയിട്ട് ചെയർപേഴ്സൻ്റെ ചേംബറിൽ ഉണ്ടായത്. ആ പാസ്സാക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം UDFൻ്റെ മെമ്പർമാർ അതിനെ എതിർക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതൊരു നല്ലൊരു പദ്ധതി കൊണ്ടുവന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം കൊണ്ടുവന്നാൽ എല്ലാറ്റിനെയും എതിർക്കുന്നൊരു സാഹചര്യമാണെന്ന് UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പല പദ്ധതികളും നമ്മൾ കൊണ്ടുവരുന്നൊരു സാഹചര്യമുണ്ട്. എല്ലാം കൗൺസിലിൻ്റെ അജണ്ടയോടുകൂടി അംഗീകാരത്തിനായി സമർപ്പിക്കുന്ന ഒരു മാസം 2 തവണയെങ്കിലും കൗൺസിൽ യോഗം ചേർന്ന് ഈ വടക്കാഞ്ചേരി നഗരസഭയിലെ 42 ഡിവിഷനുകളിലും നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും കൗൺസിലിലും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും ഒക്കെ തന്നെ അവരുടെ എല്ലാം അംഗീകാരം മേടിച്ചുകൊണ്ട് തന്നെയാണ് നടത്തുക. പക്ഷേ ഏതൊരു നല്ലൊരു കാര്യം വന്നാൽ പോലും അതിനെല്ലാം എതിർക്കുന്ന ഒരു പ്രതിപക്ഷമായിട്ടാണ് ഇന്ന് കാണുന്നത്. അതേസമയം UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം സ്ത്രീ സുരക്ഷാ പെൻഷൻ പൂർണ്ണമായും നിർത്തലാക്കിയെന്ന് നഗരസഭ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ ആരോപിച്ചു. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെയാകെ തകിടം മറിക്കുന്ന രീതിയിൽ വികസന പദ്ധതികൾക്കുള്ള സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചതായും വൈസ് ചെയർമാൻ തുറന്നടിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ചെയർപേഴ്സൺ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കനത്ത വാക്കേറ്റമാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നിലപാടിനെതിരെയും സർക്കാർ നയങ്ങൾക്കെതിരെയും നഗരസഭാ നേതൃത്വം ശക്തമായ ഭാഷയിൽ രംഗത്തെത്തിയത്. ചെയർപേഴ്സൺ അവതാരകനും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല മോഹൻ അനുവാദകനുമായിട്ടുള്ള പ്രമേയമാണ് അവതരിപ്പിച്ചത്. ആ പ്രമേയത്തെ മുമ്പ് ഒക്കെ തന്നെ എതിർത്തെങ്കിൽ പോലും നമ്മുടെ നഗരസഭയ്ക്കകത്തുള്ള സ്ത്രീകളാകാൻ ഞങ്ങൾക്ക് എതിരാവും എന്ന് കണ്ട് അവസാനം അതിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രമേയത്തെ പിന്തുണയ്ക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതി ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു. 3500ഓളം വരുന്ന സ്ത്രീകൾക്ക് ഉള്ള ഫണ്ട്, സ്ത്രീ സുരക്ഷാ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു. അപ്പോൾ ഈ നിലപാടുകൾ പൊതുവെ കേരളത്തിൻ്റെ വികസന തകർച്ചയ്ക്കും അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന തുടർച്ചയ്ക്കും എതിരായിട്ടുള്ള സമീപനമാണ് UDFൻ്റെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അത് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. You are watching VCV News.